Tailwind CSS വെർഷൻ 3യേക്കാളും 10 മടങ്ങാണ് Tailwind CSS 4 വെർഷൻ്റെ വേഗത. കാരണം വെർഷൻ 3യിൽ അതിൻ്റെ എഞ്ചിൻ എഴുതി ഉണ്ടാക്കിയത് ജാവാസ്ക്രിപ്റ്റിലാണ്. എന്നാൽ വെർഷൻ 4ലേക്ക് വന്നു കഴിഞ്ഞാൽ റസ്റ്റ് ലാംഗ്വേജിൽ എഴുതിയ ഓക്സൈഡ് എഞ്ചിനാണ് അതിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെർഷൻ 3യേക്കാളും ഇത് വളരെ വളരെ ഫാസ്റ്റാണ്. ഈ റസ്റ്റ് ലാംഗ്വേജ് എന്നത് C++ പോലെയുള്ള വളരെ വേഗതയും പൈത്തൻ്റെ നല്ല റീഡബിലിറ്റിയും ജാവയുടെ നല്ല സേഫ്റ്റിയും ഒക്കെ ഒരുമിച്ച് ഉൾക്കൊള്ളുന്ന ഒരു ഉഗ്രം മോഡേൺ സൂപ്പർ ഹീറോ ലാംഗ്വേജാണ്. ഗിറ്റബിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യുന്ന ലാംഗ്വേജുകളിൽ ഒന്നാണ് റസ്റ്റ് ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ നമ്മുടെ Tailwind CSS 4ഉം സൂപ്പർ ഹീറോ ആണ്. സോ നമ്മളിവിടെ Tailwind CSS 4 രണ്ട് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. ഒന്ന് നമ്മൾ സാധാരണ ഇൻസ്റ്റാൾ ചെയ്യുന്ന മെത്തേഡാണ്. രണ്ടാമത്തേത് നമ്മുടെ AI കൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം നല്ലൊരു പ്രോംപ്റ്റ് എഴുതി ഉണ്ടാക്കിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇവിടെ ഈ പ്രോംപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് നോർമൽ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. ഞാനിവിടെ ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. Tailwind CSSൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ കുറച്ചധികം ഒരു 5 മെത്തേഡോളം ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ടുണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് Tailwind CSSൻ്റെ CLI മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. Tailwind CSS വെർഷൻ 4ൽ 3യേക്കാളും വളരെ കുറഞ്ഞ സ്റ്റെപ്പ് മാത്രമാണ് ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ കാണുന്നത് Tailwind CSSൻ്റെ ഒരു 3-4 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇൻസ്റ്റലേഷന്. അപ്പോൾ ഇവിടെ ഇൻസ്റ്റലേഷൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് നമ്മളിവിടെ package.json എന്ന് പറയുന്ന ഒരു ഫയൽ നമ്മളിവിടെ ഇനിഷ്യലൈസ് ചെയ്ത് വെക്കണം. ഇവിടെ വന്ന് ടെർമിനലിൽ വന്ന് ന്യൂ ടെർമിനൽ എടുക്കുക. നമുക്ക് package.json ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് npm init-y എന്ന് കൊടുത്ത് റൺ ചെയ്യിക്കുക. അപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് പോലെ package.json ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ഡിപ്പെൻഡൻസിയും അതുപോലെ തന്നെ നമുക്ക് CSS റൺ ചെയ്യിക്കേണ്ട സ്ക്രിപ്റ്റും ഒക്കെ നമുക്ക് ഇവിടെയാണ് ഈ പേജിലാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഡോക്യുമെൻറ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അടുത്ത് പറയുന്നത് Tailwind CSS ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റാണ് നമ്മൾ റൺ ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ടെർമിനലിൽ വീണ്ടും വന്നുകൊണ്ട് ഈ സ്ക്രിപ്റ്റ് npm install Tailwind CSS എന്ന് പറയുന്ന ഈ സ്ക്രിപ്റ്റ് റൺ ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയമെടുക്കും. നോഡ് മൊഡ്യൂളുകൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള സമയമാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ നോഡ് മൊഡ്യൂളിൽ Tailwind CSS ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് 1-2 ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ റൂട്ടിൽ തന്നെ ആദ്യം src എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഇതിനകത്തേക്ക് input.css എന്ന ഒരു CSS ഫയൽ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ CSSലാണ് നമ്മൾ Tailwind CSSൻ്റെ സ്റ്റൈലുകൾ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒരു സ്ക്രിപ്റ്റ് റൺ ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്ന വേറൊരു പാത്തിലേക്കുള്ള ഒരു സ്റ്റൈലിലേക്ക് അത് നോർമൽ CSS ആയിട്ട് ജനറേറ്റ് ചെയ്തെടുക്കും. അതിന് വേണ്ടിയിട്ട് ഇവിടെ വീണ്ടും റൂട്ടിൽ തന്നെ ഞാൻ മറ്റൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഡിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഡിസ്റ്റ് മീൻസ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ എവിടെ സെർവറിലേക്കൊക്കെ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫയലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിന് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഡിസ്റ്റ് അതിൻ്റെ ഷോർട്ട് ഫോമാണ്. അത് ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് അതിനകത്തേക്ക് നമ്മൾ ഒരു style.css എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. ഇവിടെ നിന്ന് ഇൻപുട്ടിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന Tailwind CSSൻ്റെ സ്റ്റൈലുകൾ നമ്മൾ ഈ style.cssലേക്കാണ് നമ്മൾ സ്ക്രിപ്റ്റ് വെച്ച് റൺ ചെയ്ത് നോർമൽ CSSലേക്ക് ജനറേറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഈ ഡിസ്റ്റ് ഫോൾഡറിൽ തന്നെ മറ്റൊരു സംഗതി കൂടെ വേണം. അതാണ് നമ്മുടെ index.html ഫയൽ കൂടെ വേണം. അതിനകത്തേക്ക് നമ്മൾ എക്സ്ക്ലമേഷൻ ഇട്ടുകൊണ്ട് ടാബ് അമർത്തി കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ബോയിലർ പ്ലേറ്റ് അവിടെ ക്രിയേറ്റഡ് ആയിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു കാര്യം ചെയ്യേണ്ടത് ഈ സ്റ്റൈല് ഇവിടെ ലിങ്ക് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ലിങ്ക് കൊടുക്കുക. അതിൻ്റെ കറക്റ്റ് പാത്ത് എവിടെയാണെന്ന് കൊടുക്കുക. സെയിം റൂട്ടാണല്ലോ, അതുകൊണ്ട് // style.css എന്ന് കൊടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ input.cssലേക്ക് നമുക്ക് ഡോക്യുമെൻറ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ കാണാം Tailwind CSSൻ്റെ സ്റ്റൈലുകൾ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ കമാൻഡ് ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്തുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് input.cssലേക്ക് കൊടുക്കാനായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന input.cssലേക്ക് അത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം അത് സേവ് ചെയ്ത് വെക്കുക. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതിപ്പോൾ Tailwind CSSൻ്റെ ഈ കമാൻഡിനകത്ത് Tailwind CSSൻ്റെ സ്റ്റൈലുകളെല്ലാം ഉണ്ട്. പക്ഷേ അത് ജനറേറ്റ്
നോർമൽ CSS ഇവിടെ വരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ക്രിപ്റ്റ് റൺ ചെയ്ത് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ വരിക. ഇതാണ് ആ സ്ക്രിപ്റ്റ്. ഇത് കോപ്പി ചെയ്തെടുത്തുകൊണ്ട് നേരെ കൊണ്ടുവന്ന് അങ്ങ് പേസ്റ്റ് ചെയ്യരുത്. കാരണം ഇവിടുത്തെ റൂട്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റൂട്ടും രണ്ടും രണ്ടാണ്. അപ്പോൾ ഇതാദ്യം നേരെ കോപ്പി ചെയ്തെടുത്തുകൊണ്ട് നോട്ട് പാഡിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോൾഡർ സ്ട്രക്ചർ അനുസരിച്ച് ഇവിടെ കൊടുക്കണം. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിസ്റ്റിനകത്ത് style.css ആണ്. ഇവിടെ SRC ഇൻപുട്ട് കറക്റ്റാണ്. ഇവിടെയും അതായത് -i എന്ന് പറയുന്ന ഇൻപുട്ട് SRC ഇൻപുട്ട് അത് ഇവിടെ കറക്റ്റാണ്. ഇവിടെ നിന്നും O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -o എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട്. SRC അല്ല, നമുക്കിവിടെ എന്താണ് പകരം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഫോൾഡറാണ്. എന്നിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫയൽ നെയിം എന്ന് പറയുന്ന output.css അല്ല, എന്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് style.css ആണ്. style.css എന്ന് പറയുന്ന സംഗതിയാണ്. നേരെ അത് കോപ്പി ചെയ്തെടുക്കുക. വാച്ച് എടുത്തുകൊണ്ട് നേരെ കോപ്പി ചെയ്തെടുത്തുകൊണ്ട് ഇവിടെ നേരെ ഒന്നും നോക്കണ്ട, ടെർമിനലിൽ വന്നുകൊണ്ട് അതിന് മുമ്പായിട്ട് ഞാൻ ഈ style.css ബ്ലാങ്ക് ആണെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ വന്നുകൊണ്ട് നേരെ ടെർമിനലിൽ വന്നുകൊണ്ട് അത് പേസ്റ്റ് ചെയ്യുക. റൺ. നിങ്ങൾക്ക് കാണാം അതിവിടെ റൺ ചെയ്ത് അതിവിടെ ബിൽഡ് ടപ്പെന്നും പറഞ്ഞത് ബിൽഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു കാര്യം, നമ്മൾ എന്തൊരു സംഗതി input.css ചെയ്താലും അത് ഈ ഇവിടെ ടെർമിനലിൽ വന്നുകൊണ്ട് നേരെ ഇത്രയും നീളമുള്ള ഈ കോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് റൺ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു ഷോർട്ടായിട്ട് ഇതിനെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം കോപ്പി എടുത്തുകൊണ്ട് നേരെ package.jsonൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് റൺ ചെയ്യേണ്ട സ്ക്രിപ്റ്റ് ഇവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടൊരു കോമ ഇടുക. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഓവർ റൈറ്റ് ചെയ്യാം. ഈ ടെസ്റ്റ് എന്ന് പറയുന്ന ഈ ഡബിൾ കോട്ട്സിൻ്റെ ഇതൊരു നെയിം കൊടുക്കാനായിട്ടുള്ള പൊസിഷനാണ്. അത് നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു ഷോർട്ട് നെയിമിലേക്കാണ് ഈ എത്രയും നീളമുള്ള സ്ക്രിപ്റ്റിനെ നമ്മളിവിടെ കൊടുക്കാൻ പോകുന്ന സ്ക്രിപ്റ്റിനെ അത് ഷോർട്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ താഴെ ഓട്ടോ കംപ്ലീറ്റ് ചെയ്തത് നമ്മുടെ കർസർ AI കാണിച്ച് തന്നിട്ടുണ്ട്. നമുക്ക് ബിൽഡെന്ന് തന്നെ കൊടുക്കാം. കൊടുത്തിട്ട് നേരെ ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് ആവശ്യമില്ല, നമ്മൾ കോപ്പി ചെയ്തെടുത്ത് വെച്ച സംഗതി കൊടുക്കാം. നമ്മുടെ ആ നീളമുള്ള ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ക്രിപ്റ്റ് നമുക്കിവിടെ കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിൽഡ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ റൺ ചെയ്ത് സ്ക്രിപ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇനി പുതുതായിട്ട് എന്തെങ്കിലും നമ്മളൊരു ചേഞ്ചസ് ഇവിടെ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മളിവിടെ റൺ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ അത് സ്ക്രിപ്റ്റിൽ style.css വരത്തുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് input.css നിന്ന് നേരെ style.css വന്നു. അത് ഇൻഡെക്സിൽ നമ്മൾ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ലൈവ് സെർവർ എടുത്തത് ഓപ്പൺ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നു. ലൈവ് സെർവറിൽ അത് വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഒരു h1 ടാഗ് കൊടുത്തു. നമ്മൾ Tailwind CSSൻ്റെ ഒരു ക്ലാസ്സും കൊടുക്കാം. BG ഇത് കൊടുത്തു. ഹലോ വേൾഡ് എന്നും കൊടുത്തുകൊണ്ട് സേവ് ചെയ്ത് നമ്മളിവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അത് വന്നിട്ടുണ്ട്. ഹലോ വേൾഡ് നമ്മൾ കൊടുത്ത ബാക്ക്ഗ്രൗണ്ടും വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ package.jsonൽ എഴുതിയ ഒരു ഷോർട്ട് കോഡിലേക്ക്, നീളമുള്ള കോഡ് ഒരു ഷോർട്ട് പേരിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കൊടുത്തിരിക്കുന്നത് ബിൽഡ് എന്നാണ്. അതങ്ങ് കോപ്പി ചെയ്തെടുക്കുക. കാരണം നെക്സ്റ്റ് ടൈമിൽ നമ്മളിവിടെ ഒരു ചേഞ്ചസ് പേജിലോ അല്ലെങ്കിൽ input.cssലോ ഒക്കെ നമ്മൾ Tailwind CSSൻ്റെ ക്ലാസ് എഴുതി ഒരു ചേഞ്ചസ് വരുത്തുമ്പോൾ അത് ഇവിടെ ടെർമിനലിൽ വന്നുകൊണ്ട് npm റൺ നമ്മളതിൻ്റെ ആ പേര് കൊടുക്കുക. ബിൽഡെന്ന് കോപ്പി ചെയ്ത് വെച്ചില്ലേ, അതായത് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ആ ബിൽഡെന്ന്, അതായത് ഇത്രയും നീളമുള്ള കോഡ് അടിക്കുന്നതിന് പകരം ഒരു ഷോർട്ട് വേർഡിലേക്ക് നമ്മളതിനാക്കി വെച്ചു. ആ വേർഡാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ റണ്ണായിട്ട് പുതിയതായിട്ട് വന്നിട്ടുള്ള സ്റ്റൈലുകളെല്ലാം ഇവിടെ വന്ന് റണ്ണായിട്ട് നമുക്ക് കറക്റ്റായിട്ടത് സ്റ്റൈലുകളെല്ലാം കാണാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ package.jsonൽ ഈ സ്ക്രിപ്റ്റിൻ്റെ പോർഷനിൽ ഇങ്ങനെ ഒരു സംഗതി ഇവിടെ ഈ ഒരു സ്റ്റൈൽ ഷോർട്ടാക്കി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ നോർമലായിട്ട് CLI മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് Tailwind CSS വേർഷൻ 4 ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതേ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ, അതായത് CLI മെത്തേഡിൽ തന്നെ നമുക്ക് പ്രോംപ്റ്റ്, അതായത് AI കൊണ്ട് എങ്ങനെ പണിയെടുപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്.
അതിനായിട്ട് ഞാൻ വീണ്ടും ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്യാവശ്യം നല്ല രീതിയിലൊരു പ്രോംപ്റ്റ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ മെത്തേഡ്, അതായത് നോർമലായിട്ട് CLI മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത അതേ സ്റ്റെപ്പുകൾ ഞാനിവിടെ ഒരു പ്രോംപ്റ്റായിട്ട് AIക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്ന് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കോപ്പി ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ടത് ഒരു 10 സെക്കൻഡ് പോലും വേണ്ട, അത്രയും സമയം കൊണ്ടത് ജനറേറ്റായി നമ്മളിപ്പോൾ ഇത്രയും നേരം ചെയ്ത കാര്യങ്ങളെല്ലാം AI സിമ്പിളായിട്ട് ചെയ്യും. പക്ഷേ ഇതിവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും കൂടെ വേണ്ടിയിട്ട് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലൂടെ കുറച്ച് ഫാസ്റ്റായിട്ട് പോകാം. ഓൾറെഡി നിങ്ങൾക്ക് ഇൻസ്റ്റലേഷൻ മനസ്സിലായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. റൺ ദ കമാൻഡ് npm init നമ്മൾ നേരത്തെ ആദ്യം ചെയ്ത എന്താണ്, package.json ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കമാൻഡ് ടെർമിനലിൽ റൺ ചെയ്തു. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരെ എടുക്കുക. ഇനി നമ്മൾ വരേണ്ടത് കോണ്ടെക്സ്റ്റ് നമ്മുടെ AI സെക്ഷനിലേക്കാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് സൂം ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ കമാൻഡ് അവിടെ പേസ്റ്റ് ചെയ്തുകൊണ്ട് റൺ ചെയ്യുന്നു. ഇത് അവിടെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കിയാൽ ഇവിടെ ലെഫ്റ്റ് പാനലിൽ ഫയൽ പാനലിൽ അതിവിടെ package.json ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് നേരെ കുറച്ച് സ്പീഡിൽ പോകാം, കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇൻസ്റ്റലേഷൻ. ഇനി അടുത്ത കമാൻഡ് എന്താണ്, നമുക്ക് Tailwind CSS ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതാണ്. അതായത് അത് Tailwind CSSൻ്റെ നോഡ് മൊഡ്യൂളുകൾ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതാണ്. അതിവിടെ ഞാൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. അത് കോപ്പി ചെയ്യുക, നേരെ ഇവിടെ കൊടുത്ത് അത് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നോഡ് മൊഡ്യൂളുകളെല്ലാം Tailwind CSS അതിൻ്റെ നോഡ് മൊഡ്യൂളുകളെല്ലാം ഇപ്പോൾ ഒരു നിമിഷ നേരം കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം Tailwind CSS. നേരെ അടുത്തതിലേക്ക് പോകാം. അടുത്ത എന്താണ്, ക്രിയേറ്റ്. നമ്മൾ അടുത്ത സെക്ഷനിൽ ചെയ്ത എന്താണ്, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക ചെയ്തത് അല്ലേ. SRC റൂട്ട് ഡയറക്ടറിയിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കോപ്പി ചെയ്തെടുക്കുന്നു, നേരെ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. നിമിഷ നേരം കൊണ്ട് അതും വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, input.css എന്ന് പറയുന്ന സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അതിനകത്തേക്ക് Tailwind CSSൻ്റെ ഈ കോഡ് കൂടി പേസ്റ്റ് ചെയ്യണം. അതുകൂടെ ഞാനിവിടെ ഇപ്പോൾ ഈ ഒരൊറ്റ ലൈനിൽ ഞാൻ പ്രോംപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. നേരെ അത് പേസ്റ്റ് ചെയ്യുന്നു, റൺ ചെയ്യിക്കുന്നു. അത് SRC ഫോൾഡറിന് ഇതിനകത്തേക്ക് നോക്കുക. ഇപ്പോൾ അത് ജനറേറ്റായി വരും. ഇത് വന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ റൺ ചെയ്യുന്നത് സ്റ്റക്കായെന്നാണ് അർത്ഥം. അത് സ്റ്റോപ്പ് ചെയ്യുക. വീണ്ടും ഒന്നുകൂടെ കോപ്പി എടുത്തുകൊണ്ട് ഇവിടെ ഓൾറെഡി ഉണ്ട്, അത് റൺ ചെയ്യിക്കുക. കണ്ടോ, അത് input.css വന്നു കഴിഞ്ഞു. അതിനകത്തേക്ക് Tailwind CSSൻ്റെ ആ കോഡ് കോപ്പി ചെയ്ത് ഇട്ടിട്ടുണ്ട്. അക്സെപ്റ്റ് കൊടുക്കുക. ഈ Tailwind കർസർ AIയുടെ എങ്ങനെയാണ് AI യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വീഡിയോ ഞാനിവിടെ കുറച്ച് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതെൻ്റെ പ്ലേലിസ്റ്റിൽ പോയി നോക്കുക. കാണാത്തവർക്കായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഇവിടെ പിൻ ചെയ്തോ കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇവിടെ നമ്മൾ ഡിസ്റ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്, റൂട്ട് ഡയറക്ടറി തന്നെ. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു CSS ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഡിസ്റ്റിനകത്തേക്ക് ഒരു CSS ഫോൾഡറും പിന്നെ ഒരു HTML index.html ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഡിസ്റ്റ് ഫോൾഡറിനകത്തുള്ള index.html സ്റ്റൈൽ ലിങ്ക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റൈൽ ഞാൻ ലിങ്കിൻ്റെ റൂട്ട് ഇവിടെ ഞാൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഹെഡ് സെക്ഷൻ്റെ തൊട്ട് മുകളിലായിട്ട് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതങ്ങ് കോപ്പി ചെയ്തെടുക്കുക. നേരെ ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, ഡിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനകത്തേക്ക് index.html ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. CSS ഫോൾഡറും ക്രിയേറ്റ് ആയി, ഇൻഡെക്സ് ഫയലും ക്രിയേറ്റ് ആയി. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മളിവിടെ package.jsonലേക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രിപ്റ്റ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും നീളമുള്ള കോഡ് ഞാൻ കഴിഞ്ഞ ഇൻസ്റ്റലേഷനിൽ പറഞ്ഞല്ലോ, നീളമുള്ള കോഡ് ഷോർട്ടാക്കി വെക്കുന്ന ഒരു പ്രോസസ്സ്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ബിൽഡ് എന്ന് പറയുന്ന ഒരു ചെറിയ വേർഡിലേക്ക് ഇത്രയും നീളമുള്ള സംഗതി കൊടുക്കണം. അത് package.jsonലാണ് കൊടുക്കേണ്ടത്, സ്ക്രിപ്റ്റിൻ്റെ പൊസിഷനിലാണ് കൊടുക്കേണ്ടത്. ഇതൊക്കെ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് കോപ്പി ചെയ്തെടുക്കുന്നു, നേരെ ഇവിടെ കൊണ്ടുവരുന്നു, പേസ്റ്റ് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. റൺ ചെയ്ത് കഴിഞ്ഞാൽ package.json എടുത്ത് നോക്കുക. ഇവിടെ ഈ പോർഷനിൽ നോക്കിക്കോണം. റണ്ണായി വന്നു കഴിയുമ്പോൾ ഇത് കണ്ട, ഇവിടെ മുമ്പുണ്ടായിരുന്നു, ഞാൻ കഴിഞ്ഞ കർസർ AI എഡിറ്ററിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ റെഡ് കളറിൽ വരുന്നത് തൊട്ട് മുമ്പ് ഈ പേജിൽ എങ്ങനെയാണ് ഉണ്ടായിരുന്നതാണ്. ഇനി പച്ച കളറിൽ, ലൈറ്റ് പച്ച കളറിൽ വരുന്ന സെക്ഷൻ ഇത് പുതുതായിട്ട് വരുന്ന ചേഞ്ചസ് ആണ്. അപ്പോൾ റെഡിൽ വരുന്ന സംഗതികൾ ഡിലീറ്റ് ആയിട്ട് ഇനി പച്ച കളറിലുള്ള ഇത്രയും കോഡായിരിക്കും ഇവിടെ വരുന്നത്. അത് അക്സെപ്റ്റ് കൊടുക്കുക.
നമ്മുടെ ബിൽഡ് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സെക്ഷനിലേക്ക്, അതായത് ഇനിയിപ്പോൾ റൺ ചെയ്തെടുക്കുക, സംഗതി കഴിഞ്ഞു, ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു. അപ്പോൾ ഈ റൺ ചെയ്യുന്നതിന് മുമ്പായിട്ട്, ലൈവ് സെർവറിലേക്ക് റൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളിവിടെ എന്തെങ്കിലും ഒരു HTML എന്തെങ്കിലും ഒന്ന് എഴുതുക. ഇവിടെ ഓട്ടോ ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ? ഞാൻ ടാബ് അമർത്തിക്കൊണ്ട് അതെടുത്തിട്ടുണ്ട്. ഇനി അതും റൺ ചെയ്യുന്നത് നമ്മളിവിടെ AI കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം. കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു, റൺ കൊടുക്കുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. കഴിഞ്ഞു. ഇതാ ഇവിടെ ഹലോ വേൾഡ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് CSS Tailwind CSSൻ്റെ ഇൻസ്റ്റലേഷൻ AI കൊണ്ട് ചെയ്യിക്കുന്ന മെത്തേഡ്. ഇപ്പം ഞാനിപ്പോൾ 1 by 1 ആയിട്ട് പറഞ്ഞത് കൊണ്ടാണ് ഇത്രയും സമയമെടുത്തത്. ഇനിയാണ് നമ്മുടെ മാജിക്ക് കാണാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു പ്രൊജക്റ്റ് വീണ്ടും ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1 by 1 ആയിട്ട് കൊടുക്കുന്നതിന് പകരം ഇത് മൊത്തത്തിൽ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് അത് ജനറേറ്റ് ആയി വരുമെന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കോപ്പി ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാണ്. ജസ്റ്റ് ക്ലിക്ക് കൊടുക്കുക, വെയിറ്റ് ചെയ്യുക. കുറച്ച് സമയം കൊണ്ട് അത് ബിൽഡപ്പായിട്ട് വരുന്നതാണ്. 1 by 1 ആയിട്ട് റണ്ണായി വരുന്നുണ്ട്. എന്തെങ്കിലും സംഗതികൾ സ്റ്റക്കാകുകയാണെന്നുണ്ടെങ്കിൽ അത് മൂവ് ടു ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊടുക്കുക. 1 by 1 ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് കാണാം ആ മാജിക്ക്. ചില സംഗതികൾ ഇവിടെ വന്ന് അക്സെപ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ വന്ന് ഈ സെക്ഷനിൽ വന്ന് അക്സെപ്റ്റ് ഓൾ കൊടുക്കുക. 1 by 1 ആയിട്ട് അത് ജനറേറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. അക്സെപ്റ്റ് കൊടുക്കുക. കഴിഞ്ഞു. ഇവിടെ വന്ന് നോക്കുക, ഈ ഫോൾഡറിനകത്ത് CSS ഉണ്ട്, index.html ഉണ്ട്. അതിനകത്തേക്ക് ഇനി നമ്മളൊരു H1 കൂടി കൊടുത്താൽ മതി. കൊടുത്തിട്ട് ഹലോ വേൾഡ് കൊടുക്കുന്നു. അതിനുശേഷം ക്ലാസ് കൊടുക്കുന്നു. BG എന്താണ് കൊടുക്കേണ്ടത്? കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു BG കൊടുക്കാം. ഹലോ വേൾഡ് കൊടുത്തു. അതിനുശേഷം സേവ് ചെയ്ത് നമുക്കത് ലൈവ് സെർവറിലെടുത്ത് നോക്കാം. നമ്മൾ കൊടുത്ത സംഗതി വന്നു. നമുക്ക് കളർ വൈറ്റും കൂടെ ഒന്ന് കൊടുത്ത് നോക്കാം. അതിൻ്റെ CSS ക്ലാസ്, Tailwind CSSൻ്റെ ക്ലാസ് text-white എന്നാണ്. കുറച്ച് പാഡിങ് കൂടെ കൊടുത്തു. ടാബ് അമർത്തി റീഫ്രഷ് ചെയ്ത് നോക്കി, ഇത് വന്നിട്ടുണ്ട്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ സംഗതി ഈ പ്രോംപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നിമിഷ നേരം കൊണ്ട് AI ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളിവിടെ കണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ക്ലാസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ AIക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ വേണം പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് മികച്ചൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ചെയ്ത് നോക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് AIയെ കൂടുതൽ അടുത്തറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.